നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത് അറിയാം. നമ്മൾ പഴനി പോവുകയാണ്. നമ്മൾ ഒറ്റപ്പാലം വരെ കാറിൽ പോകുന്നു. ഇനി അത് കഴിഞ്ഞാൽ ട്രെയിനിൽ പോകുന്നു. എല്ലാവരും ഉണ്ട്. അച്ചു ഹായ് പറ. എന്നെ നല്ല രസം നോക്കണ്ട. മുട്ട അടിക്കാനാണ് പോണത്. ഏകാച്ചിരി തല എല്ലാവരും കണ്ടോളൂ. ഇനി വരുമ്പോൾ മുട്ടയാവും. ഓൾറെഡി മുട്ടയായതുകൊണ്ട് കുഴപ്പമില്ല. ഏട്ടൻ്റെ തലയും കണ്ടോളൂ. ഏട്ടനും മുട്ടയാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെത്തി. 10 മണിക്കായിരുന്നു ട്രെയിനിൽ ഓൾറെഡി കോഴിക്കോട് നിന്നുള്ള എൻ്റെ ടീംസ് ഉണ്ട്. പക്ഷെ 11:30-ക്കായിരുന്നു ട്രെയിൻ വന്നത്. കുറച്ച് ലേറ്റായി. ആരൊക്കെ യാത്ര പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ, എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചിയുടെ ഫാമിലി, അതുപോലെ തന്നെ ഏട്ടൻ്റെ ഫാമിലി, ഏട്ടൻ്റെ അമ്മായിയും മേമയും കുട്ടികളും, അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സും മക്കളും. ഇത്രയും പേരാണ് പോകുന്നത്. അപ്പോൾ ട്രെയിൻ വരുന്ന വരെ ടൈം ഉണ്ടായതുകൊണ്ട് ഞങ്ങളിങ്ങനെ കളിക്കുകയാണ്. ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ കണ്ണനെ ഇരുന്ന് കളിപ്പിക്കുകയാണ്. ഏകമോൾ പിന്നെ അത് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ ചെരുപ്പിട്ട് നടന്നു. പിന്നെ ആരുടെയോ ഒക്കത്ത് കയറി. അങ്ങനെയൊക്കെ നടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ കണ്ണന് മുടി കെട്ടിക്കൊടുത്തത് ഞാനാണ്. ഞാൻ ചുമ്മാ അവന് മുടി കെട്ടിക്കൊടുത്തതാണ്. അങ്ങനെ അവന് കുറേ മുടി ഉണ്ടായിരുന്നു ആദ്യം. ഇപ്പോൾ കുറച്ച് അറ്റം വെട്ടിയിട്ടുള്ളതാണ്. പിന്നെ കുറേ മുടി ഇപ്പോൾ കൊഴിയുന്നുണ്ട്. പാവം. ട്രെയിൻ വരുന്നത് നോക്കിയിട്ട് കുറേ നേരം ഇന്ന്. ലാസ്റ്റ് ട്രെയിൻ വന്നു. പിന്നെ തിരക്ക്. ട്രെയിൻ വരുന്നുണ്ട്. അതാണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. കാണുന്നില്ല. ട്രെയിൻ വരുന്നുണ്ട്. അങ്ങനെ ചേച്ചി അതാ കയറി വരുന്നു. എൻ്റെ വ്ളോഗിൽ ചേച്ചി. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒറ്റപ്പാലത്ത് നിന്ന് അങ്ങോട്ട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന വ്യൂ ഉണ്ടാവുമല്ലോ, അത് അടിപൊളിയാണ്. കുറേ മരങ്ങളും കുറേ മലയും കുന്നൊക്കെ ആയിട്ടുള്ള വ്യൂസ് അടിപൊളിയാണ് കാണാൻ. പിന്നെ തമിഴ്നാട്ടിലേക്ക് എത്തുന്തോറും നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചും ആ സ്ഥലങ്ങളും അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഞാനപ്പോൾ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. ഒന്നാമത് എനിക്ക് ആ ട്രെയിനിൽ കുറേ പേര് ചവിട്ടിയതൊക്കെ ആയിരിക്കും. അവിടെ അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. രണ്ടാമത് അവിടെ ഇരിക്കാൻ പാടില്ല എന്നല്ലേ റൂള്. അപ്പോൾ അവിടെ ഇങ്ങനെ കാഴ്ചയൊക്കെ കാണുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാനവിടെ നിന്നിങ്ങനെ നിൽക്കുന്നത് ആക്ച്വലി സേഫ് അല്ല. കാരണം ഈ കാറ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഡോർ അടയും. അപ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് എനിക്ക് നിൽക്കുന്നതും ഇഷ്ടമല്ല. ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ. ഞാൻ ആക്ച്വലി നല്ല വ്യൂസ് കാണുന്ന സമയത്ത് മൊബൈൽ ക്യാമറ ഓൺ ആക്കുമ്പോൾ അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും വരും. പിന്നെ അത് ഓഫ് ചെയ്താൽ നല്ല വ്യൂ വരുമ്പോൾ പിന്നെ എടുക്കാൻ വിചാരിക്കുമ്പോഴേക്കും അടുത്ത വേറെ എന്തെങ്കിലും വരും. അങ്ങനെ കുറേ ആയി. പിന്നെ ഇതപ്പോൾ സ്റ്റേഷൻ എട്ടിമാട് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എട്ടിമാട് തന്നെയാണ് തോന്നു വായിക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ട്രെയിൻ കൂടെ പൈനാപ്പിൾ, മാങ്ങ, കക്കിരിക്കൊക്കെ വിൽക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളകും ഇട്ട് നമ്മളതൊക്കെ വാങ്ങിച്ച് തിന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകുന്തോറും നമുക്ക് നല്ല രസം തോന്നുന്നുണ്ട്. കാരണം അവിടുത്തെ വീടുകൾ ഇങ്ങനെ അടുത്തടുത്ത് കാണാനൊക്കെ നല്ല രസം തോന്നുന്നുണ്ട്. ഇവരൊക്കെ മാങ്ങ തിന്നതൊക്കെ ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുത്തതാണ്. ശരിക്കും പൈനാപ്പിൾ ഇഷ്ടമല്ല. ഇതെടുത്തോ. ഫുഡ് ഐറ്റംസൊക്കെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ സിസ്റ്റേഴ്സാണ് ഉച്ചക്കത്തെ ഫുഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മേമ സാമ്പാറും ചോറും, വല്യമ്മ അതുപോലെ തന്നെ അവിയലും കുറച്ച് ചോറുമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പാവങ്ങൾ 2 ബസ്സൊക്കെ കയറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത്രയും പാക്ക് ചെയ്തിട്ടൊക്കെയാണ് തുറന്നത്. നമ്മളതൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ മാങ്ങ ഉണ്ടായിരുന്നു, നിലക്കടല ഉണ്ടായിരുന്നു. അതൊക്കെ അവരെ പാക്ക് ചെയ്തിട്ട് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ അവർ വന്നത്. നമ്മളതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ടർക്കി കോയമ്പത്തൂരിൽ നിന്ന് പിന്നെയും പഴയ ഐശ്വര്യ
ഇതൊക്കെ പോടന്നൂരാണോ പോത്തന്നൂരാണോ പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോഴുള്ള വ്യൂ ആണ്. കണ്ണനൊക്കെ ഉണർന്ന് കളിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐശ്വര്യ വെയിറ്റിംഗ് ആയിരുന്നു, ഐശ്വര്യ വെയിറ്റിംഗ് ആയിരുന്നു കാറ്റാടി എപ്പോഴാണ് വരിക. എന്നിട്ട് കാറ്റാടികളൊക്കെ പിന്നെ വരാൻ തുടങ്ങി. കാറ്റാടിയൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരും. നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴേക്കും പിന്നെ തമിഴന്മാരുടെ കുത്തിത്തിരക്കായി. അവരുടെ നാട്ടിലേക്ക് എത്തിയപ്പോഴേക്കും പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഇറങ്ങാനും കയറാനൊന്നും ഗ്യാപ്പേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പഴനിയിലെത്തിയപ്പോഴാണ് ആ ട്രെയിനിൽ ഭൂരിഭാഗവും മലയാളികളായിരുന്നു എന്ന് മനസ്സിലായത്. എല്ലാവരും അങ്ങോട്ടുള്ളവർ തന്നെയായിരുന്നു. നമ്മൾ പാലാഴിമഠത്തിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും അങ്ങോട്ട് പോകാനുള്ളതാണ്. അപ്പം അതിൻ്റെ ഇടയിലൊന്ന് എല്ലാവർക്കും വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് വാഷ്റൂം അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ട് പിന്നെ റൂമിലേക്ക് പോയി. പിന്നെ അവിടുത്തെ ഓട്ടോയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കാനൊക്കെ പറ്റും. അതായത് ഒരു ഓട്ടോയിൽ ഒരു മിനിമം 8 പേരെങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങൾ 8 പേരായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ 8 പേരെന്ന് പറഞ്ഞത്. പിന്നെ ബാക്കിൽ ലഗേജും വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ പാലായി മഠത്തിലെത്തി. അവിടുത്തെ വ്യൂസ് പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നല്ല വൈബുള്ള സ്ഥലമായിരുന്നു. ചെറിയ സ്പേസേ ഉള്ളൂ. പിന്നെ കോമൺ ബാത്റൂമാണ്. എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ലഗേജൊക്കെ ഒന്ന് സൂക്ഷിക്കാനുള്ള സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇവിടേക്ക് ഇരിക്കാം, സംസാരിക്കാം, അങ്ങനെയൊക്കെയായിരുന്നു. നമ്മൾ അധികം നേരം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ശനിയാഴ്ചയാണ് പോയത്. അന്ന് തന്നെ ഇപ്പോൾ മുട്ടയടിക്കാന്നുള്ള തീരുമാനമായിരുന്നു. പിന്നെ നമ്മൾ രാവിലെ നേരെ പഴനിമല കയറാമെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ നമ്മൾ ഏകാശിയുടെ മുടി മുട്ടയെടുക്കാൻ പോവുകയാണ്. ഈ 10 മിനിറ്റിനുള്ളിൽ മുടി മുട്ടയെടുക്കും. അപ്പോൾ മുട്ടയടിച്ചതിന് ശേഷം മുട്ടയെടുക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം, നോക്കാം. ഏകാശിനെ കാണിച്ചു. ഏകാശി ഒന്നും അറിയുന്നില്ല. അങ്ങനെ നമ്മൾ മുട്ടയടിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാനും വഴിപാട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടി കുറച്ച് വെട്ടിയിട്ട്. അപ്പോൾ അതിനുള്ള റെസിപ്റ്റ് അവിടെ കിട്ടുമെന്ന് പറയുമായിരുന്നു. പിന്നെ നമ്മൾ അത് വാങ്ങിക്കാൻ 2 പേരോട് പോകാൻ പറഞ്ഞതാണ്. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഏട്ടനെടുത്തു. പിന്നെ അവർ പറഞ്ഞു അമ്മയുടെ അടുത്ത് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എടുത്തു. അവളാണെന്ന് വെച്ചാൽ ഭയങ്കര നിർത്താത്ത കരച്ചിലായിരുന്നു. അവർക്കാണെന്ന് ചെറിയ കുട്ടിയായതുകൊണ്ട് സൂക്ഷിച്ച് പിടിക്കുക, ബ്ലേഡ് മുറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരും അങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു. ഞാനാകെ പേടിച്ചു പോയി അവളുടെ കരച്ചിൽ കണ്ടിട്ട്. ഇപ്പോഴൊന്നും വലിയ കരച്ചിലില്ല. പോകെ അവൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ നമുക്കും ടെൻഷൻ കൂടി വന്നു. പിന്നെ അപ്പുറത്തൊക്കെ ഒരു ചേച്ചിയുടെ മുടി വെട്ടണ കണ്ടില്ലേ, അങ്ങനെയൊക്കെ. പിന്നെ ഏകാച്ചിയുടെ മുടി മുട്ടയടിച്ച് കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ്റെ മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു. 2 പേരും വഴിപാട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മുടി വഴിപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകാച്ചിയുടെയാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഈ ടൈമിൽ ബാക്കിലിരുന്ന് മുടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഏകാച്ചിയുടെ മുടി വെട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ വഴിപാട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ നമുക്കും കുറച്ച് ഒരു അറ്റം വെട്ടി തരും കേട്ടോ. അതവിടെ വഴിപാടായിട്ട് കൊടുക്കുകയും ചെയ്യും. നല്ല കരച്ചിലായിരുന്നു. എന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട് ശരിക്കും പിടിക്കുക, കുട്ടികൾ കരയും, നിങ്ങൾ കയ്യും കാലും ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ അവൾ കരയണത് കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷനായതുകൊണ്ട് നമ്മളധികം എടുത്തിട്ട് നമ്മളിങ്ങനെ കരച്ചിൽ മാറ്റാൻ നിൽക്കും. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് അത് കരഞ്ഞോളും, നിങ്ങളങ്ങനെ കൈ പിടിച്ച് വെച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. ആക്ച്വലി ഇതെൻ്റെ അച്ഛൻ്റെ നേർച്ചയാണ്. അച്ഛൻ ഞാൻ ഡെലിവറിക്ക് ലേബർ റൂമിൽ കയറിയ സമയത്ത് കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് 2 പേരെയും കിട്ടണമെന്ന് പ്രാർത്ഥിച്ചതാണ് പഴനിക്ക്. അങ്ങനെ ആ നേർച്ചയാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിട്ടുള്ളത്. എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇനി ഇതുപോലത്തെ നേർച്ചയൊന്നും നേരല്ലേ, കാരണം കുട്ടി അപ്പമാതിരി കരച്ചിലായിരുന്നു എന്നൊക്കെ. പക്ഷെ അതൊക്കെ ഒരു വിശ്വാസം, അതൊക്കെ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യണതാണ്. അപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടികൾ അവളിപ്പം എങ്ങനെയാണെങ്കിലും കരയും. അവളല്ലാത്ത വെറുതെ ഒന്ന് തലതൊട്ടാലും അവൾ കരയാറുണ്ട്. നല്ല ഗംഭീര കരച്ചിൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച്
നേരെ ഫോൺ കാണിച്ചു കൊടുത്തു. കാർട്ടൂൺ എന്തെങ്കിലും അവൾക്ക് സ്വതവേ ഫോൺ കാണിക്കാറില്ല. പക്ഷേ നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് കരച്ചിൽ നിർത്താൻ വേണ്ടി നമ്മൾ ഫോൺ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾ ആ ഫോൺ നോക്കിയിരിക്കുന്ന സമയത്ത് കുറച്ച് അവർ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണൊക്കെ നോക്കിയിട്ട് അവൾ കുറച്ച് നേരമൊക്കെ മിണ്ടാതെ ഇരുന്നു. ആ സമയത്ത് അവർ വേഗം അത് തീർക്കാൻ നോക്കി മുട്ടയടിക്കൽ. അങ്ങനെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വേഗം തീർത്തു. ആക്ച്വലി ഏറ്റവും ടെൻഷനുള്ള ഏരിയ എന്ന് പറയുന്നത് കഴുത്തിൻ്റെ ഈ ബാക്ക് സൈഡില്ലേ, ആ ബാക്ക് സൈഡത്തെ ആ കുഴീൻ്റെ അവിടെയായിരുന്നു ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. അത് ശരിക്കും അവളിങ്ങനെ ഇളകുന്തോറും അവർക്കും പേടിയാണ് അവിടെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർ പറയും അനക്കാണ്ട് പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും പിന്നെ അവളൊന്ന് കാമായി വേഗത തീർത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ ലാസ്റ്റ് കാമായി. പിന്നെ ഞാൻ വേഗം കൊണ്ടുപോയിട്ട് അവൾക്ക് ഫീഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഏട്ടൻ കൂടി മുട്ട അടിച്ചു. 2 മുട്ടകളും കൂടെ പിന്നെ കുടിക്കാൻ പോയതാണിത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഇത് നമ്മൾ എഴുതിയതല്ല കേട്ടോ, മുമ്പ് ആരും എഴുതിയതാണ്. പക്ഷെ ഇതിലൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛൻ്റെ 3 മരുമക്കളുടെയും പേരുണ്ട്. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം മല കയറുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ അന്ന് ഒന്ന് പുറത്തൊക്കെ പോയി വരാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഞങ്ങൾ കുളിക്കാൻ പോയതുകൊണ്ട് ഞങ്ങൾ 3 പേരും പിന്നെ ലാസ്റ്റാണ് പോയത്. അവർക്ക് ഓൾറെഡി അവിടെ പിന്നെ ഞങ്ങളിങ്ങനെ കളിക്കുകയാണ്. അവൾ മുട്ടയടിച്ച് ഇപ്പോൾ ഒന്ന് ആക്റ്റീവായി. ഇപ്പോൾ അവൾ ഐശ്വര്യൻ്റെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയാണ്, സംസാരിക്കുക. ഇപ്പുറത്തന്നെ ഒരു അമ്പലമുണ്ട്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ നമുക്ക് അവർ കുറിയിട്ട് തരും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയിട്ട് അവിടെ കുറിയൊക്കെ അവർ കുറിയിട്ടാണത്. ചന്ദന അവർ തന്നെ, കുങ്കുമം അവർ തന്നെ നെറ്റി തൊട്ടാർ. ഞങ്ങളെല്ലാവരും പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന ബസ്സാണ്. എനിക്കാണെങ്കിൽ അതിൽ കയറിയേ പറ്റുള്ളൂ. പക്ഷെ ഇവരാരും സമ്മതിച്ചില്ല. ലാസ്റ്റ് ഞാൻ അതിൽ കയറി കിട്ടുള്ളൂ. പിന്നെ നമ്മളധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മൾ മല കയറുന്ന സമയത്ത് നമ്മൾ ഫോണും എടുത്തിട്ടില്ല. അതുകൊണ്ട് അധികം വീഡിയോസും ഫോട്ടോസും ഒന്നുമില്ല. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.